എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠഭാഗമായ ഭൂമിയുടെ അറ്റത്തേക്ക് എന്ന പാഠഭാഗമാണ് വായിക്കാൻ പോകുന്നത്. നമുക്കങ്ങ് വായിച്ചു നോക്കിയാലോ. ഭൂമിയുടെ അറ്റത്തേക്ക്. മാസ്റ്റർ വിശ്വത്തെ വിളിച്ചു. അവൻ ഒരു കുറ്റവാളിയെപ്പോലെ പതുങ്ങി അടുത്തേക്ക് ചെന്നു. ആ കൊച്ചു കണ്ണുകൾ മാസ്റ്ററുടെ മുഖത്ത് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും എന്നെ തല്ലരുതേ എന്ന് ആ കണ്ണുകൾ കെഞ്ചുന്നത് പോലെ തോന്നി. രാധയും അരിച്ചരിച്ചു ചെന്നു. മാസ്റ്റർ ആ 2 കൊച്ചുമുഖങ്ങളിലേക്കും മാറി നോക്കി. അടർന്നു വീഴാറായ 2 കണ്ണുനീർ തുള്ളികൾ പോലെ നിൽക്കുകയാണ് ആ പൈതങ്ങൾ. വിശ്വത്തിൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ മാസ്റ്ററുടെ സ്മരണയിലേക്ക് പലതും കടന്നു വന്നു. അവനെ പ്രസവിക്കുന്നതിനും എത്രയോ മുമ്പ് മുതൽക്ക് തന്നെ സംഗതികൾ. വിശ്വം കക്കുമെന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല. രാമൻ മാസ്റ്ററുടെ കൈത്തണ്ടയിലും മടിയിലും കിടന്നാണ് അവൻ വളർന്നിട്ടുള്ളത്. ആ വളർച്ചയിലുണ്ടായ ഓരോ ഭാവവ്യത്യാസവും അയാൾക്കറിയാം. കുട്ടിക്കാലത്ത് സാമാന്യം വികൃതിയായിരുന്നു ആ കുട്ടി. പെട്ടെന്ന് മാറിയതിനെപ്പറ്റി രാമൻ മാസ്റ്റർ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. മുതിർന്നു വരുന്നിടത്തോളം അവൻ ആവശ്യത്തിൽ കവിഞ്ഞ് അടങ്ങിപ്പോകുന്നു. പുറത്തെ വികൃതികൾ അകത്തേക്ക് വലിഞ്ഞു. ഇന്ന് സാഹസയാത്രകൾ മനോരാജ്യ വീതിയിലൂടെയാണ്. ഇക്കാരണം കൊണ്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം. സ്കൂളിലെ കൊച്ചു പോക്കിരികൾ അവനെ പെൺകുട്ടി എന്ന് കളിയാക്കുന്നത് രാമൻ മാസ്റ്റർ കേട്ടിട്ടുണ്ട്. ഈ മനോരാജ്യത്തിൽ നിന്നുണർന്ന പഴയപടി വികൃതി കാട്ടിയാലും നന്നായിരുന്നു എന്ന് മാസ്റ്റർ ആശിച്ചതാണ്. മാധവിയമ്മയും പലപ്പോഴും പറയാറുണ്ട്, ഇവൻ്റെ പ്രസരിപ്പൊക്കെ എവിടെ പോയി. എപ്പോഴും ബ്രഹ്മം കാണൽ തന്നെ. അവസാനം ആ വികൃതി ബഹിർഗമിച്ചത് ഇങ്ങനെയാണോ? ദുഃഖകരം. എന്തിനെപ്പറ്റിയാണ് അവൻ ആലോചിക്കുന്നതെന്ന് മാധവിയമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. രാമൻ മാസ്റ്റർക്ക് അറിയണമെന്ന മോഹമുണ്ടായിരുന്നു. പലപ്പോഴും മാസ്റ്റർ അവനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, വിശ്വം എന്താണ് ആലോചിക്കുന്നത്? നിഷേധസ്വരത്തിൽ ഒരു മൂളൽ. എന്നാലും ഒന്നുമില്ല. എന്തായാലും ചോദിച്ചോളൂ. അവൻ നിശബ്ദനായി നഖം നുള്ളിപ്പൊളിപ്പിച്ചുകൊണ്ടിരുന്നു. നീ അച്ഛനോട് പറയില്ലേ? അവൻ മുഖം ഉയർത്തി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ മധുരമായി ചോദിച്ചു, എവിടെയാണ് ചരട്? ചരടോ? മാസ്റ്റർക്ക് ഒരന്തം കിട്ടുന്നില്ല. അയാൾ വീണ്ടും തിരക്കി. എന്ത് ചരട്? നക്ഷത്രങ്ങളില്ലേ? അതൊക്കെ കെട്ടിത്തൂക്കിയ ചരട്. മാസ്റ്റർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് വ്യോമമണ്ഡലത്തെപ്പറ്റി തൻ്റെ ശാസ്ത്രീയ ജ്ഞാനം അനുവദിക്കുന്നിടത്തോളം വിവരിച്ചു കൊടുത്തു. 2 കുട്ടികൾ കൈയോട് കൈ ചേർത്ത് പിമ്പോട്ട് വലിഞ്ഞ് തൂങ്ങി നിൽക്കുന്നത് പോലെയാണ് ഗോളങ്ങൾ പരസ്പരാകർഷണം കൊണ്ട് നിൽക്കുന്നതെന്ന് മാസ്റ്ററുടെ വിവരണം കേട്ടപ്പോൾ വിശ്വത്തിനൊരു സംശയം. നക്ഷത്രത്തിൻ്റെ കൈ എത്ര നീളമുണ്ടാവും? കൈയല്ല, ആകർഷണം. മാസ്റ്റർ അതും വിവരിച്ചു. അപ്പോഴാണ് മറ്റൊരു ചോദ്യം. അപ്പോഴാണ് ചോദ്യം മറ്റൊന്ന്. എന്തിനാ ആകർഷണം? ഗോളങ്ങൾ നിൽക്കാൻ എന്തിന് ഗോളങ്ങൾ നിൽക്കണത്? ചോദ്യം അങ്ങനെ കയറിപ്പോയി. ശാസ്ത്രത്തിൻ്റെ പരിധിയും കടന്ന് തത്വജ്ഞാനത്തിലേക്കെത്തിയപ്പോൾ മാസ്റ്റർ ഒന്ന് പരുങ്ങി. അവൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചു. ഇത്തരം സംഭാഷണങ്ങൾ ഒരു തവണയല്ല ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും അവൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഭൂമിയുടെ അറ്റം എവിടെയാണ്? ഭൂമി ഒരു ഗോളമല്ലേ? കോഴിമുട്ടയുടെ ആകൃതിയിൽ. അതിനെവിടെയാണ് അറ്റം? അതിൻ്റെ തലപ്പത്ത് ചെന്നാൽ ആകാശം, ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ. അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. എന്താണ്?
ചെന്നാൽ പറയൂ. ഒന്നുമില്ല. വിശ്വ അവിടെ നിന്ന് പോയി. രൂപം കൊടുക്കാൻ വയ്യാത്ത ചില ചോദ്യങ്ങളും ചിത്രങ്ങളും അവൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കൊച്ചു തലച്ചോറിൽ ബ്രഹ്മാണ്ടം ആകെ ഇറങ്ങിയിരിക്കുകയാണ്. അവന് താങ്ങ് പൊറുക്കുന്നില്ല. താഴത്തിടാൻ ഇഷ്ടവുമില്ല. ഒരിക്കലും ഒരപേക്ഷയോ ആക്ഷേപമോ അവൻ പുറപ്പെടുവിച്ചിട്ടില്ല. ഭക്ഷണകാര്യത്തിൽ തന്നെ പലപ്പോഴും ആ വീട്ടിൽ കുഴപ്പമുണ്ടാകാറുണ്ട്. ആടിൻ്റെ കറവ കൂടി വറ്റിയ മാസാവസാനങ്ങളിൽ അവിടെ ഏകാദശിയുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. ബാലാമണി താളുപോലെ കുഴഞ്ഞ് നിശബ്ദമായിരിക്കും. രാധ മുഖം വീർപ്പിച്ചുകൊണ്ട് പിറുപിറുക്കും. ചെക്കൻ നിന്നകറും. മാസ്റ്റർക്ക് വയറ്റിൽ വേദന വർദ്ധിക്കുകയും ചെയ്യും. ഏതായാലും ഒട്ടിയ വയറുമായി വിശ്വനാഥൻ ഇരുന്നു മനോരാജ്യം വിചാരിച്ചു കൊള്ളാം. വല്ലപ്പോഴും കിട്ടുന്ന പറങ്കിമാങ്ങ അവൻ എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്തു. വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ നിർലേപനായിരുന്നു. പുള്ളിക്കുപ്പായം ഇട്ടു നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്നു കൊള്ളും. ആ കുപ്പായം തൻ്റെ ദേഹത്തിലാണ് കിടക്കുന്നതെന്ന് സങ്കല്പിക്കുകയും ചെയ്തു കൊള്ളും. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സാധാരണങ്ങളായ ആവശ്യങ്ങളിൽ നിന്ന് അതീതമായ എന്തോ ഒന്ന് പിടിച്ചെടുക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി. എപ്പോഴും അവൻ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണ്. എന്താ നോക്കുന്നത് വിശ്വം? ഒന്നുമില്ല. അവൻ അവിടെ നിന്ന് കടന്നുപോയി. ഇങ്ങനെ പ്രശാന്തനും നിരുപദ്രവിയുമായി കഴിഞ്ഞുകൂടിയ കുട്ടിയാണ് വിശ്വം. അവനൊരു കളവ് നടത്തിയെന്ന് മാസ്റ്റർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ചോദിക്കാതിരുന്നുകൂടാ. മാസ്റ്റർ അവൻ്റെ പുറം തടവിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ വരൂ. അവൻ മാസ്റ്ററോട് ചേർന്ന് നിന്നു. അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. നേര് പറയണം, നീ ഭാർഗവി അമ്മയുടെ കോഴിമുട്ട കട്ടുവോ? അവൻ നിശബ്ദമായി നിന്ന് വിതുമ്പി. പറയൂ. ഞാൻ ഒന്നും ചെയ്യില്ല. കട്ടുവോ? ഞാൻ കട്ടതല്ല. അവൻ പൊട്ടി കരഞ്ഞുപോയി. കൂടെ രാധയും തുടങ്ങി കരച്ചിൽ. രണ്ടുപേരും കൂടി തർക്കിച്ചൊരു കരച്ചിൽ. മാസ്റ്റർ വിഷമിച്ചുപോയി. ദീർഘനേരത്തെ സ്വാതന്ത്ര്യങ്ങൾ വേണ്ടി വന്നു അവരെ സമാധാനിപ്പിക്കാൻ. ഒടുവിൽ ചോദ്യത്തിൻ്റെ മട്ടൊന്നു മാറ്റി. വിശ്വം ആ കോഴിമുട്ടയല്ല. എന്താ ചെയ്തത്? കുഴിച്ചിട്ടു. എവിടെ? അതിരിന്മേൽ. എന്തിന്? മുളയ്ക്കാൻ. എന്തിന്? മാസ്റ്റർ ഒരിക്കൽ കൂടി ഊന്നി ചോദിച്ചു. മുളച്ചിട്ട് കോഴിയുണ്ടാവാൻ. ഇതാര് പറഞ്ഞു തന്ന വിദ്യയാണ്? രാധ. ആ മന്ദാരത്തിൻ്റെ എത്ര വലുതാകും? പൂവ് പോലെ കോഴിക്കുട്ടികൾ വിരിഞ്ഞു വരും. മാസ്റ്റർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ പൊട്ടിച്ചിരി കേട്ടു മാധവിയമ്മയും അങ്ങോട്ട് വന്നു. എല്ലാവരും കൂടി ആ കോഴിമുട്ടകൾ ഓരോന്നായി മാന്തിയെടുത്തു. ചിലത് അളിഞ്ഞിരിക്കുന്നു. ചിലതിന് നീല നിറം കയറിയിട്ടേ ഉള്ളൂ. ചിലതുടഞ്ഞുപോയി. 1-2 പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാറ്റിനും തടം കൂട്ടി വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ മാധവിയമ്മയുടെ മുഖത്തേക്കും കോഴിമുട്ടകളിലേക്കും മാറി മാറി നോക്കി. ആ സ്ത്രീക്ക് പോലും ചിരിക്കാതെ വയ്യെന്നായി. അവർ ചിരിയടക്കി വിശ്വത്തോട് പറഞ്ഞു, ഇങ്ങനെ വിദ്യാസുരനായല്ലോ മോനെ. അവർ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. പാവത്താനെ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പുറത്ത് തട്ടിയപ്പോഴാണ് വിശ്വത്തിന് പരിഭ്രമം കലശലായത്. മുളയ്ക്കില്ലേ അച്ഛാ? കോഴിമുട്ട മുളയ്ക്കുമോ വങ്ക? ഒരാഴ്ചയായി പടുത്തുയർത്തിക്കൊണ്ടുവന്ന മനോരാജ്യക്കോട്ടകൾ അമ്പെ തകരുകയാണ്. ഞരമ്പുകളൊക്കെ തളർന്നു. വിശ്വം കുഴഞ്ഞ് ആ അതിരിന്മേൽ ആ മണ്ണിൽ തന്നെ ഇരുന്നു. ഭാർഗവിയമ്മയുടെ കോഴി അപ്പോഴും ക്ലാ ക്ലാ എന്ന ശബ്ദത്തോടെ വിറകുപുരയ്ക്കടുക്കൽ നിന്ന് ചിക്കിപ്പറിക്കുകയും കുത്തിക്കുറിക്കുകയുമാണ്. വിശ്വം ആ കോഴിയെ കണ്ടില്ല. അതിൻ്റെ ശബ്ദവും കേട്ടില്ല. അവൻ്റെ ദൃഷ്ടികൾ ചക്രവാള പരിധി വരെ സഞ്ചരിക്കുകയായിരുന്നു. ഇതെഴുതിയത് ഉറൂബാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കഥയിലാണ്. നല്ല കഥയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് പഠിക്കണം കേട്ടോ. നമുക്കെന്നാൽ അടുത്ത കഥയിലേക്ക് പോയാലോ? പാത്തുമ്മയുടെ ആട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണല്ലേ പാത്തുമ്മയുടെ ആട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാത്തുമ്മയുടെ ആട്. ചാരു കസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ
ആരോ കടലാൽ വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എൻ്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിൻ്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട്. അതിൽ ബാല്യകാലസഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് 2ഉം 3ഉം പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. യാതൊരു സങ്കോചവുമില്ല. ബാല്യകാലസഖി മുഴുവനും അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തിന്നാൻ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് അത് മുഴുവൻ സാപ്പിട്ടു. എന്നിട്ട് ആടെൻ്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടിയിറങ്ങി ഓടിച്ചെന്നു. ഹേ അജസുന്ദരി ഭവതി, ആ പുതപ്പ് തിന്നരുത്. അതിൻ്റെ വില 100 രൂപയാണ്. അതിൻ്റെ വേറെ കോപ്പി എൻ്റെ പക്കലില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. അവയൊക്കെ വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ചു പുറത്തിറക്കി. എങ്ങനെയാണ് കൂട്ടുകാരെ ഈ ആട്? അതാണ് സാക്ഷാൽ പാത്തുമ്മയുടെ പുന്നാര ആട്. സുൽത്താൻ്റെ പ്രശസ്തമായ കൊച്ചു നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. പുസ്തകവും പുതപ്പും തിന്നുന്ന ഈ ആടിനെയും ആടിൻ്റെ ഉടമസ്ഥയും സ്വന്തം സഹോദരിയുമായ പാത്തുമ്മയെയും ചുറ്റിപ്പറ്റി തൻ്റെ സ്വന്തം വീടിനെയും വീട്ടുകാരെയും കഥാപാത്രങ്ങളാക്കി ബഷീർ എഴുതിയ ഈ നോവൽ മലയാളത്തിൻ്റെ മഹത്തായ കൃതിയാണ്. ഉമ്മയാണ് പ്രധാന കഥാപാത്രം. ബഷീർ കുറേ കാലം നാടൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിൽ മടങ്ങി വന്നിരിക്കുകയാണ്. മൂപ്പരുടെ പക്കൽ ഒരുപാട് പണമുണ്ടെന്നാണ് ഉമ്മയുടെയും അനിയന്മാരുടെയും സഹോദരിമാരും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അത് പരമാവധി തട്ടിയെടുക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഒരാൾ മറ്റാരും കാണാതെ പാത്തും പതുങ്ങിയും ഇക്കാക്കയെ സമീപിക്കും. എന്നിട്ട് ആവശ്യം പറയും. പൊന്നിൻ്റെ കമ്മലോ കുലുസോ കുപ്പായമോ പണമോ ഒക്കെയാണ് ഓരോരുത്തർക്കും വേണ്ടത്. ആവശ്യം പറഞ്ഞിട്ട് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് മറ്റാരും അറിയണ്ടെന്ന് പറയാനും അവർ മറക്കുകയില്ല. ഒരു ഉഗ്ര നേരം പോക്ക് കേട്ടോളൂ. ഒരു ദിവസം ഉമ്മ ബഷീറിനോട് ചോദിച്ചു, എടാ നീ എനിക്ക് ഒരു 5 രൂപ തരാമോ? ബഷീർ വേഗം പോക്കറ്റിൽ നിന്ന് 5 രൂപ എടുത്ത് ഉമ്മയ്ക്ക് കൊടുത്തു. അത് കയ്യിൽ വാങ്ങി മടിയിൽ തിരികെയിട്ട് ഉമ്മ ഒറ്റ കരച്ചിൽ. ബഷീർ അമ്പരന്ന് പോയി. എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു, എടാ എനിക്ക് നിന്നോട് 10 രൂപ ചോദിക്കാൻ തോന്നിയില്ലല്ലോ. എങ്ങനെയുണ്ട് സംഭവം? ഉമ്മ സ്നേഹമയ്യാണ്. മൂത്ത മകനോടുള്ള കാശ് ചോദിച്ചു വാങ്ങുന്നതിന് സ്വന്തം ആവശ്യത്തിനൊന്നുമല്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളിൽ ആർക്കെങ്കിലും സംഭാവന ചെയ്യാനായിരിക്കും. ഒരു ദിവസം ബഷീർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി അദ്ദേഹത്തിൻ്റെ ഒരു മിജ്ര ഭോജനത്തിന് തയ്യാറായി. ബഷീർ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിന് കയറിട്ട് വല്ലയിടത്തും കെട്ടിയിട്ടുകൂടെ എന്ന് ബഷീർ ചോദിച്ചു. കയറിടണത് ഇതിന് ഇഷ്ടമല്ല വല്ലിക്കാക്ക എന്നായിരുന്നു പാത്തുമ്മയുടെ മറുപടി. ആ ആടിന് ആ വീട്ടിൽ മനുഷ്യരെക്കാൾ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിന് ആരെങ്കിലും ശാസിക്കുകയോ തല്ലുകയോ ചെയ്താൽ പാത്തുമ്മയുടെ ഭാവം മാറും. എൻ്റെ ആട് പെടട്ട അപ്പ കാണാം എന്ന ഭീഷണി മുഴക്കിയിട്ട് പാത്തുമ്മ ആടിനെയും പിടിച്ചു കൊണ്ടുപോകും. ഹനീഫ ഒരു അനിയൻ ആരെങ്കിലും പറഞ്ഞാലുടനെ ഒരു ഭീഷണി മുഴക്കും. ഞാൻ പട്ടാളത്തിൽ പൊക്കോളാം. അത് ചുമ്മാ ഒരു ഡാവാണെന്ന് ബഷീർ പറയുന്നത്. മൂപ്പർ കാര്യം കാണാൻ ഇറക്കുന്ന ഒരു നമ്പർ. മറ്റൊരനിയൻ അബ്ദുൽ ഖാദറിന് ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ചതുകൊണ്ട് നടക്കാൻ വിഷമമാണ്. പക്ഷേ കക്ഷി ഒരിക്കൽ ബഷീറിനെ വലച്ചു കളഞ്ഞു. ബഷീർ എഴുതിയ ഒരു കഥ വായിച്ചിട്ട് വ്യാകരണപഴുവായ അനിയൻ ഒരു ചോദ്യം. ഇക്കാക്ക, ഈ വാചകത്തിലെ ആഖ്യാതം എവിടെ? ബഷീറിന് ദേഷ്യം വരാതിരിക്കുമോ? നീ പോടാ ചട്ടുകാല. അവൻ്റെ ഒരു ആഖ്യാതം. ചെറുപ്പത്തിലെ നെയ്യും പഞ്ചസാരയും കട്ട് തിന്നാൻ ബഷീറിൻ്റെ കമ്പനി ഈ അബ്ദുൽ ഖാദറായിരുന്നു. കട്ട മുതൽ രുചിയോടെ സാപ്പിട്ട ശേഷം ഇക്കാക്കയെ പേടിപ്പിക്കാനും മൂപ്പർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇവരൊക്കെയാണ് പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. ഇതിൽ മറ്റൊരു രസകരമായ ഭാഗമുണ്ട്. ഒരു ദിവസം ബഷീർ വരാന്തയിൽ ചാരു കസേരയിൽ കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. 2-3 വിദ്യാർത്ഥികൾ പടിക്ക് പുറത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ബഷീർ വിചാരിച്ചതെന്താണെന്നോ, ആ പെൺകുട്ടികൾ ബഷീർ എന്ന സാഹിത്യകാരനെക്കുറിച്ച് ആരാധനയോടെ എന്തൊക്കെയോ പറയുകയാണെന്നും ഒരു പക്ഷേ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതായിരിക്കുമെന്ന് ലജ്ജ കൊണ്ട് അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാവും എന്നതൊക്കെയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പെൺകുട്ടികൾ ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മ മടിയിൽ നിന്നും മുഴുത്ത് വഴുത്ത കുറേ ചാമ്പയ്ക്കകൾ എടുത്ത് അവർക്ക് കൊടുത്തു. അവർ അതിൻ്റെ വിലയായി എന്തോ നാണയം ഉമ്മയ്ക്ക് നൽകി.
ചിരിച്ചുകൊണ്ട് ബഷീറിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ പോവുകയും ചെയ്തു. ഒരു സാഹിത്യകാരന് ഇതെങ്ങനെ സഹിക്കും? ബഡ്കൂസുകൾ, കഴുത്തലച്ചികൾ ഒന്നും ശരിയാകില്ല എന്നും ബഷീർ അവരെ മനസ്സിൽ ചീത്ത പറഞ്ഞു. ഇങ്ങനെ അത്യന്തം രസകരങ്ങളായ നിരവധി സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വളരെ ലളിതമായി ജാടകളൊന്നുമില്ലാതെ സ്വന്തം വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മഭാവത്തോടെ മാറി നിന്ന് നോക്കി രസിക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്നത്. ഇങ്ങനൊരു സാധാരണ പ്രമേയം വെച്ചുകൊണ്ട് ഇത്രയധികം ഹൃദയസ്പർശിയായ രീതിയിൽ കഥ പറയാൻ ബഷീറിനെ കഴിയൂ. നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യം സംഗീതവുമാണ് ഈ നോവൽ. നിങ്ങൾ ഈ നോവൽ വായിക്കാൻ മറക്കരുതേ. നല്ല അടിപൊളി ഒരു ബഷീറിൻ്റെ നോവലാണത്. അടുത്ത പാഠഭാഗം നോക്കിയാലോ. ഒരു കർക്കിടക വെയിൽ. ഞാൻ ഇറങ്ങുമ്പോൾ മഴ തുടങ്ങും, കുട പരതുമ്പോൾ മഴ ശമിക്കും. ഇതൊരു പതിവാണ്. ഇറങ്ങിയില്ലേ, ഇരിക്കട്ടെ, കുടയല്ലേ, തുടർന്നിരിക്കട്ടെ. കുട പരതുമ്പോൾ വെയിൽ ആരംഭിക്കുന്നു. ഇത് നന്നായി വീഴ്ചയും വിദ്യയുമാണ്. മടക്കയാത്ര. ഓടിത്തളർന്നും മുട്ടി വിളിച്ചും അന്വേഷിച്ചു കുഴഞ്ഞും പാടെ മുഷിഞ്ഞിരുന്നു. എത്ര ഗോപുരങ്ങൾ, എത്ര വാഹനങ്ങൾ, എത്ര മാനം കൂട്ടും നിലകൾ. ലിഫ്റ്റൊക്കെ കേടായി പോയിരുന്നു. പൊടുന്നനെ ഓർമ്മത്തിരിവിൽ നിന്ന് ഒരു ഇരുമ്പാണി കരളിലേക്ക് പായുന്നു. ദൈവമേ, കുട മറന്നല്ലോ. അതെവിടെ? ഏത് വണ്ടിയിൽ, ഏത് ബസ്സിൽ, ഏത് റിക്ഷയിൽ, ഏത് തിരക്കിൽ? ദൈവമേ, കുട എവിടെ? കുട, എൻ്റെ കുട. വരവ് ചെലവ് നിരത്തിലെ എൻ്റെ സാഹസികമായ ട്രിപ്പീസ് ഓർമ്മയിലെത്തുന്നു. അങ്ങനെയാണത് വാങ്ങിച്ചത്. ചായയ്ക്കും കഴിക്കാതെ പോയ പലഹാരത്തിൻ്റെയും തൃഷ്ണയാണത്. തിരിച്ചും മറിച്ചും നിവർത്തിയും മടക്കിയും ഉയർത്തിയും ചെരിച്ചും വാങ്ങിയ സൂക്ഷ്മത, വില പറഞ്ഞും തർക്കിച്ചു നേടിയ സാമർഥ്യം, എൻ്റെ ഇഷ്ടനിറത്തിൽ കടഞ്ഞ പിടിയുള്ള തിളങ്ങുന്ന ചരടുകളുടെ ഒരമ്മക്കിടാവ് എൻ്റെ കുട. ഇപ്പോൾ ഓർത്തും പരതിയും ബുദ്ധി മരവിക്കുന്നു, ആകാശമിരളുന്നു. മനസ്സിലിപ്പോൾ കുട മറന്നു. വണ്ടിയുടെ അപരിചിത സൈറൺ. വണ്ടി ഇരുട്ടിൻ്റെ തുരങ്കലിലേക്ക് പൂണ്ടു പോകുന്നു. കാഴ്ചയിൽ നിറഞ്ഞ ഇരുട്ടു മാത്രം ബാക്കിയാകുന്നു. ഇപ്പോൾ നിരാശാഭരിതമായ ഒരു മഴ തുടങ്ങുന്നു. മഴയിൽ ഭീതിദയമായ ഒരു മനസ്സുണരുന്നു. വഴിവെക്കിലെ അടഞ്ഞ ഒരു മുറുക്കാൻ കടയുടെ സുരക്ഷിതത്വത്തിലേക്ക് പറഞ്ഞു കയറുമ്പോഴും കുളിച്ചു കുതിർന്ന പെരുമഴ. മഴ മുറുകുകയാണ്. അവൻ മനസ്സിൻ്റെ വേദനാതലങ്ങളിലേക്ക് പഴുത്ത സൂചികളായി പെയ്യുന്നു. സൂചികൾ തടഞ്ഞു കയറി മൃദുമാസത്തിൽ നിന്നൊരു ഭൂതകാലത്തിൻ്റെ ചോര പൊട്ടുന്നു. ഇപ്പോൾ വർത്തമാനകാലത്തിൻ്റെ ജാഗ്രതാവസ്ഥ ചോർന്നു പോവുകയാണ്. ഒരോർമ്മ ഉണരുകയാണ്. ഒരു കർക്കിടകത്തിൽ ആകാശത്തു നിന്നും പെയ്തത് മഴയായിരുന്നില്ല, എലി കരണ്ട കരിക്കിൻ തുണ്ടുകളായിരുന്നു അത്. ഞങ്ങൾ വാടക വീട്ടിൻ്റെ മേൽക്കൂരയിൽ ഓട്ടകൾ വീഴ്ത്തി പുരാതനമായ കൂരയിൽ വീടോളം പഴക്കമുള്ള നൂറായിരം എലികൾ, നുരയ്ക്കുന്ന എലികൾ അവദ്രവിച്ച മച്ചിൽ നിന്നും ഓടിക്കളിക്കുന്നത് കേൾക്കാം. അച്ഛന് അന്ന് ചെറുപ്പമായിരുന്നു, അമ്മയ്ക്ക് ഇന്ന് ചെറുപ്പമായിരുന്നു. ചുരിപ്പായ തട്ടിനപ്പുറത്ത് അമ്മയുടെ നേർത്ത കരച്ചിൽ മാത്രം ഉയരുന്നു. ഈ വിധി എന്നാ തീരുക ദൈവേ എന്ന മറ്റോ പറഞ്ഞത് ഓർമ്മയുണ്ട്. അച്ഛനൊന്നും പറയാനില്ലായിരുന്നു. ചോടുന്ന ഈ വീടിൻ്റെ ഓടുകൾ മാറ്റാൻ രാമൻ നായരോട് ആവശ്യപ്പെടാൻ അച്ഛനെന്താണ് അവകാശം? വാടക കുടിശ്ശികയുടെ നീളം ദുരിതം പോലെ തുറച്ചു നിൽക്കുമ്പോൾ രാമൻ നായരുടെ ധാർഷ്ട്യത്തെ എങ്ങനെ മറികടക്കും? വീട് നിറയെ വെള്ളമായിരുന്നു. ചാണകം മെഴുകിയ നീലത്തിൽ കണ്ണിൽ വന്നു വീണ കുമിളകളും ഉണ്ടായി. അത് മഴവെള്ളത്തോളം കോലായികളുടെ ഒഴുകിപ്പോകുന്നത് വരെ ഉണങ്ങിത്തീരും വരെ കട്ടിളപ്പടിയെ കെട്ടിപ്പിടിച്ച് കിടന്ന ബാല്യം. ഒരു കർക്കിടകത്തിലാണ് അച്ഛൻ മരിച്ചത്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ അങ്ങാടിയിൽ പോയതായിരുന്നു അച്ഛൻ. അച്ഛനൊരു കുടയുണ്ടായിരുന്നു, ഒരു പഴയ കുട. സിംഗപ്പൂരിലായിരുന്നു അച്ഛൻ്റെ ഒരു പരാതി സമ്മാനിച്ചതായിരുന്നു ആ കുട. കുടയിൽ അമ്മ ചുവപ്പും വെള്ളയും പച്ചയും നൂലുകൾ ചേർത്ത് വടിവത്ത ഒരു പൂതുന്നിയും പൂവിന് താഴെ തൻ്റെ പേർ തുന്നിച്ചേർത്തും മനസ്സിലിപ്പോഴും കാണാം. ആ അക്ഷരങ്ങൾ തപ്പിത്തടഞ്ഞ് സ്വകാര്യതയിൽ വായിച്ചതും ഓർക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ആ കുടയെ താലോലിച്ച് എത്ര നേരം ഇരുന്നു പോയിട്ടുണ്ടെന്നോ.
കുടയുടെ പിടി പഴയതെങ്കിലും സുഗന്ധമുള്ളതായിരുന്നു. പിടിയിൽ കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് മൂക്കോട് ചേർക്കും. നല്ല ചോക്ലേറ്റിൻ്റെ സ്വാദ് വായിലൂറും. ടൗണിലെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്ന രാംബാബു ഒരിക്കൽ ഒരു ചോക്ലേറ്റ് മിഠായിയുടെ പൊതി തന്നിട്ടുണ്ട്. അവനത് പൊളിച്ച് മിഠായി വായിലേക്ക് തിരികെ പൊതി ഔദാര്യപൂർവ്വം നീട്ടുകയാണുണ്ടായത്. ഞാൻ ആ മിഠായി പൊതി ഒരുപാട് കാലം പാഠപുസ്തകത്തിൽ സൂക്ഷിച്ചിരുന്നു. അതെന്നോ നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ കുടയുടെ പിടിയിലും അതേ മണം തന്നെയാണല്ലോ. അന്ന് അമ്പരപ്പോടെയാണ് തിരിച്ചറിഞ്ഞത്. അച്ഛൻ കാണാതെ എത്രയോ തവണ ഞാൻ ആ കുട ആകാശത്തിലേക്ക് നിവർത്തിയിട്ടുണ്ട്. അപ്പോൾ നക്ഷത്രങ്ങൾ കാണാം. കുട പഴയതായത് എത്ര നന്നായി എന്ന് അന്ന് ആശ്വസിച്ചിരുന്നു. കുട പഴയതായതുകൊണ്ടല്ല ആണല്ലോ പകലും നക്ഷത്രങ്ങൾ കാണാൻ കഴിയുന്നത്. മരുന്ന് വാങ്ങാൻ പോയ അച്ഛൻ ചോര കൊണ്ടെഴുതിയ ഒരു ചിത്രവുമായി മനസ്സിലുണ്ട്. അമ്മയ്ക്കുള്ള മരുന്നും വാങ്ങി തിരിച്ചു വരുമ്പോൾ മരുന്ന് ഷാപ്പിൻ്റെ തിരക്കിൽ കുട വെച്ച് മറന്ന അച്ഛൻ വലിയ മറവിക്കാരനായിരുന്നു. തിരികെ ബസ് കയറുമ്പോഴാണ് കുടയുടെ ഓർമ്മ വന്നത്. അച്ഛൻ നെഞ്ചിലിരുന്ന് എത്ര വലിയ ഇടിയായിരിക്കും തകർന്ന് വീണിരിക്കുക. തിരക്കിൽ വന്ന് നോക്കുമ്പോൾ കുടയില്ല. പടുതിയും കുഴഞ്ഞു തളർന്നും അച്ഛൻ ആ കർക്കിടക മഴയിലൂടെ പാടി കയറി വന്നു. അച്ഛന് തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. വന്ന പാടെ അകത്തെ മുറിയിലെ പായയിൽ വന്ന് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. അതായിരുന്നു തുടക്കം. പിന്നെ മഴ കാണുമ്പോഴൊക്കെ അമ്മയുടെ സമനില തകരാൻ തുടങ്ങും. എത്ര മഴക്കാലങ്ങളാണ് അമ്മയെ വീടിനകത്തിരുത്തി വാതിലടച്ചത്. അമ്മയുടെ കണ്ണിൽ ഒരു മഴത്തുള്ളി പോലും പെടാതിരിക്കാൻ ഈ മകൻ എല്ലാ ജനാലകളും പഴുതുകളും ഭദ്രമായി അടച്ചു വെച്ചു. അവസ്മാരം വായിച്ച പോലെ സമനില തകർന്ന് അമ്മ വിറയ്ക്കുകയും ഭ്രാന്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുമായിരുന്നു. വല്ലാ ദരിദ്രൻ്റെ കുടലിൽ മഴ ക്രൂരനായ ഒരു ഭണ്ണാധിപനെ പോലെയാണ് വന്നു ചേരുക. വാതിലടച്ച് കുറ്റിയിട്ട മുറിയിൽ അമ്മ എന്തൊക്കെയോ വിളിച്ചു പറയും. മോനെ ബാല, പുറത്ത് അച്ഛൻ വന്നിട്ടുണ്ടടാ, അച്ഛന് കുട പടതട എന്നൊക്കെ. ആകാശത്ത് മഴക്കാടുകൾ ഉരുണ്ടുകൂടുമ്പോൾ അമ്മയുടെ രൂപം മാറാൻ തുടങ്ങും. മഴക്കാറിലേക്ക് ചൂണ്ടി അമ്മ പറയും, ബാല അതേ നോക്കടാ മോൻ്റെ അച്ഛനതാ ആകാശത്ത് ചെന്ന്. അമ്മ പറയും, ബാല അതേ നോക്കടാ മോൻ്റെ അച്ഛനതാ ആകാശത്ത് ചെന്ന്. വിളിച്ചോണ്ട് വാടാ ബാല, ഉടനെ പിടിച്ച് വലിച്ച് വീടിനകത്ത് കൊണ്ടുപോയി കൊള്ളണം, ഇല്ലെങ്കിൽ അമ്മ മഴയിലേക്ക് ഇറങ്ങും. മഴയിൽ ഭ്രാന്തൻ ചേഷ്ടകളിൽ അക്രമാസക്തമാവും. അതാണമ്മ. ഒരാൾക്ക് എത്ര കാലം ഒരമ്മയെ മഴയിൽ നിന്ന് രക്ഷിക്കാനാകും? ഒരാൾക്ക് എത്ര കാലം ഒരമ്മയെ പനങ്കമ്പിളി പുതപ്പിക്കാനാകും? ഒരു മഴക്കാലം അമ്മയുടെ ഭ്രാന്ത് ഉച്ചസ്ഥായിയിലെത്തി. അമ്മയുടെ തലയ്ക്കുള്ളിൽ ഭ്രാന്ത് പഴുത്തുപൊട്ടി. അമ്മയുടെ ശവദാഹം അമ്മയെ കഴിഞ്ഞു വരുമ്പോൾ മഴ നിശേഷം ശമിച്ചിരുന്നു. പകരം വഴികളിൽ ചോര പോലെ മഴവെള്ളം ശാന്തമായി തളം കെട്ടി നിന്നിരുന്നു. ഓർമ്മകളും മഴയും ശമിച്ചിരിക്കുന്നു. മുറുക്കാൻ കടയിൽ ആൾക്കൂട്ടം പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വഴി വിജനം. മഴച്ചില്ലുകളേറ്റ കുപ്പായം നന്നേ നനഞ്ഞിരുന്നു. കുപ്പായം അഴിച്ചു പിഴിഞ്ഞ് തുവർത്തെടുക്കുമ്പോൾ ഓവുചാലിൽ കുത്തി ഒഴിച്ചു പോകുന്ന മഴവെള്ളം, ചോര പോലുള്ള വെള്ളം. കണ്ണിൽ നീർ വന്നു നിറഞ്ഞു. ഇത്തിരി കരയണമെന്നതുപോലെ തോന്നി. കരച്ചിൽ 2-3 ഏങ്ങലടിയിൽ തീർന്നില്ല. അതോടെ വിങ്ങി പൊട്ടലായി തുളുമ്പി തെറിച്ചു. പിന്നെ എല്ലാം ശാന്തം. അപ്പോൾ വിരലുകളോടെ ചോദിച്ചു, വിരലെ ഈ മഴ ഇത് എത്ര കാലം? വിരൽ സാന്ത്വനിപ്പിച്ചു. മിഥുനം, കർക്കിടകം, ചിങ്ങം കൂടിയാൽ 4. ഓ 4 പോട്ടെ, അടുത്ത വർഷം വരട്ടെ. കുടയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശാന്തി. മഴയ്ക്കും മനസ്സിനും ശാന്തി. ആകാശം വെളുത്തിരിക്കുന്നു. നേരിയ വെയിലുമുണ്ട്. വേഗം നടക്കാം, വളരെ വേഗം. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഴുതിയ ഒരു കഥയാണിത്. നല്ലൊരു എന്താ പറയുക, നല്ല ഒരു സന്ദേശം നൽകുന്ന ഒരു കഥയാണിത് അല്ലേ. നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ ഒരു കവിതയുണ്ട്, അതൊന്ന് നോക്കിയാലോ. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ പഠിച്ച കവിതയാട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ അല്ലേ. നമുക്ക് ആ കവിത ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ. വൈലാപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന നോവലിലെ കവിതയാണ്. ഓക്കെ, നമുക്കൊന്ന് അതൊന്ന് നോക്കിയാലോ. അറിയുന്നത് പോലെ നമുക്ക് പാടാട്ടോ. മാമ്പഴം. അങ്കണത്ത
തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പേലേറെ നാൾ കൊതിച്ചിട്ടീ ബാലക മന്ദം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ ലമ്മലർ ചെണ്ടെന്നടിച്ചാഹ്ലാദിച്ചടുത്തെത്തി ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ പൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കൂരുന്നേ നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കുന്നുണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. വാനവാർക്കോരോമലായി പാലിനെ കുടിച്ചു ദാസീന ക്രീഡാരസലീനനായവൻ വാഴ്ക. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. നല്ല അടിപൊളി ഒരു കവിതയാണല്ലേ. എത്ര അർത്ഥവത്തായ ഒരു കവിത അല്ലേ. ഇതിൽ കുറച്ച് വേർഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ. അതായത് ഈ അങ്കണം എന്ന് പറയുന്നത് മുറ്റം എന്നാണ്. നേത്രം എന്ന് പറയുന്നത് കണ്ണ്. ബാലമാഗന്ധം എന്ന് പറയുന്നത് തൈമാവ്. ചൊടിച്ചു ദേഷ്യപ്പെട്ടു. മാങ്കനി മാമ്പഴം. വദനാംബുജം മുഖമാകുന്ന താമര. കൈതവം കളങ്കം. മാൺപെഴും ഭംഗിയുള്ള. ദൈവജ്ഞർ ദൈവത്തെ അറിയുന്നവർ. തുങ്കം ഉയർന്ന. സൗഗന്ധിക സ്വർണം സുഗന്ധമുള്ള സ്വർണം. പരലോകം സ്വർഗം. വാനവർ ദേവന്മാർ. ആരോമൽ പ്രിയപ്പെട്ട. പാര് ഭൂമി. ഉദാസീനൻ താല്പര്യമില്ലാത്ത. ക്രീഡ കളി. ലീനൻ മുഴുകിയവൻ. ഇങ്ങനെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രിയ മലയാളം എന്നൊരു പുസ്തകത്തിൽ ഈ വായിക്കുക വളരുക എന്ന് പറയുന്നൊരു പാഠഭാഗമുണ്ട്, 12ാമത്തെ. അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വായിക്കുക വളരുക. വായനയാണ് ഏറ്റവും പ്രധാനം. ഗ്രന്ഥപാരായണത്തിൽ താല്പര്യമുളവാക്കാൻ പാഠപുസ്തകങ്ങൾ സഹായകമാണ്. പാഠ്യ പദ്ധതി അനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് ചോദ്യങ്ങൾക്കുത്തരം എഴുതി പരീക്ഷ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരിക്കരുത്. പ്രസ്തുത ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കുന്ന അറിവും ഭാഷാജ്ഞാനവും മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പ്രേരകമാകണം. അങ്ങനെ വായിക്കുന്ന പാഠ്യേതര ഗ്രന്ഥങ്ങളിൽ നിന്നുൾക്കൊള്ളുന്ന വിഷയബോധവും ഭാഷാജ്ഞാനവും പാഠ്യവിഷയത്തിൽ തന്നെ കൂടുതൽ മികവിനും സഹായമാകും. പാഠ്യേതര ഗ്രന്ഥങ്ങളുടെ വായന കൊണ്ട് ലഭിക്കുന്നത് പരസ്പര പൂരകമായ നേട്ടമാണെന്ന് സാരം. പലതരം ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വ്യത്യസ്ത രചനാ സമ്പ്രദായങ്ങളുമായി വിവിധ ശൈലീവിശേഷങ്ങളുമായി നാം പരിചയപ്പെടുന്നു. അത് സ്വന്തം ശൈലിയെ പുഷ്ടിപ്പെടുത്തും. ഭാഷാപരമായ ആശയവിനിമയം അനായാസമാക്കും. ഇങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ വായനയിലും വിവേചനം വേണമെന്ന് വരും. അതായത് കിട്ടുന്നതെന്തും വായിക്കുക എന്ന അവസ്ഥ വിട്ടിട്ട് താല്പര്യമുള്ളവ തിരഞ്ഞു പിടിക്കുവാൻ വായിക്കാൻ തുടങ്ങും. ഇതിൻ്റെ തുടർച്ചയാണ് ഒരു മിനിറ്റ്
പ്രത്യേക വിഷയങ്ങളോട് അല്ലെങ്കിൽ പ്രത്യേക സാഹിത്യശാഖകളോട്, അതുമല്ലെങ്കിൽ പ്രത്യേക എഴുത്തുകാരുടെ കൃതികളോട് കൂടുതൽ ആഭിമുഖ്യം തോന്നുക. അവിടെ നിന്നു ലഭിക്കുന്ന ഭാഷാപരിജ്ഞാനവും സ്വന്തം ശൈലിയെ സ്വാധീനിച്ചെന്നിരിക്കും. അനുകരണത്തിൻ്റെ ഈ ഘട്ടം സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ കുറേ കഴിയുമ്പോൾ അനുകരണപ്രവണത സ്വയം മങ്ങുകയും ആർജിക്കുന്ന സംസ്കാരം സ്വന്തം അനുഭവങ്ങളായി അലിഞ്ഞു ചേർന്ന് തനത് ശൈലി രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനൊരു പരിണതയില്ലാത്തവരുടെ ഭാഷ പാറപ്പുറത്തിടുന്ന വിത്തുപോലെയോ മുൾച്ചെടിയിലക്കിടയ്ക്ക് മുളച്ച് മറ്റു ചെടി പോലെയോ ആയിത്തീരും. ഭക്ഷണം ദഹിക്കുമ്പോൾ അവയിലെ പോഷകാംശങ്ങൾ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്ന പ്രക്രിയയ്ക്ക് സാത്മീകരണം എന്നാണല്ലോ പറയുന്നത്. വായന കൊണ്ട് ഇത്തരം പ്രക്രിയ നടക്കുന്നു. വായിച്ചു പക്ഷേ ദഹിച്ചില്ല എന്ന് ചില സന്ദർഭങ്ങളിൽ നാം പറയാറുണ്ടല്ലോ. ദഹനക്കേട് ഛർദ്ദിക്ക് കാരണമാകും. കാണാതെ പഠിച്ച് പരീക്ഷാ കടലാസിൽ അല്ലെങ്കിൽ പ്രഭാഷണ മത്സരത്തിൽ ഛർദ്ദിച്ചു വെച്ചാൽ നല്ല മാർക്ക് കിട്ടുകയില്ലെന്നോർക്കുക. വായിച്ചത് മനസ്സിലായില്ല എന്നാണ് ഇവിടെ വിവക്ഷ. മനസ്സിലാവുക എന്നാൽ എന്ത് എന്ന് ഏറ്റവും ലളിതമായി വിശദീകരിക്കുക. മനസ്സിലാവുക എന്നതാണ് അർത്ഥം. എനിക്ക് മനസ്സിലായി പറഞ്ഞത് എന്നത് തന്നെ കുറെ കൂടി നന്നായി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്നാകും ഞാൻ കേട്ടത് അഥവാ വായിച്ചത്. എൻ്റെ മനസ്സിലായി എന്നും സാരം. ഇങ്ങനെ മനസ്സിൽ ആയിത്തീരുന്ന കാര്യം പിന്നീട് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുന്നു. സ്വാംശീകരണം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വായനയിലൂടെ അങ്ങനെ സ്വന്തം ആശയമായി തീരുന്ന ഭാഷ അവനവൻ്റെ ശൈലിയെ കൂടുതൽ മിഴിവുള്ളതാക്കും.